അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? ഈ ബിരിയാണിക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു 7-8 സവോള എടുക്കണം കേട്ടോ. അതിപ്പോൾ സവോളയുടെ വലുപ്പം അനുസരിച്ചിട്ടിരിക്കും. ചെറിയ സവോള ആണെങ്കിലും വലിയ സവോള ആണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുത്താൽ മതി. പക്ഷേ ചെറിയ സവോള ആണെങ്കിൽ ഒരു 7-8 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇതിൻ്റെ നേർ പകുതിയാണ് എന്തെടുക്കേണ്ടത്, തക്കാളി എടുക്കേണ്ടത്. അപ്പോൾ സവോള അത് ഭയങ്കര നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ അതേപോലെ ഈ ബിരിയാണിക്ക് നമ്മൾ നോർമൽ 1 kg ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 സവോള തന്നെ ധാരാളമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഡബിളാണ് സവോള എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ളി വഴറ്റുന്നേ ഇല്ല, ഫുൾ എന്ത് ചെയ്യാണ്, പൊരിച്ച് കോരിയെടുക്കുകയാണ്. പിന്നെ അതിന് പുറമെ ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഒക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി, എത്രയാണോ സവോള എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി തക്കാളി എടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനൊക്കെ ഞാൻ എന്തുണ്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ആ ഓയിൽ ചൂടാക്കിയിട്ട് ഞാനതാ കുറച്ച് ഉള്ളി പൊരിച്ച് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിൽ വയറ്റലൊന്നുമില്ല. ഈ ഉള്ളി പൊരിച്ച് കോരിയെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് സമയം ചിലവാക്കുന്ന എന്താ പറയുക ഒരു പണി. ബാക്കിയുള്ളതൊക്കെ ചടപടേന്ന് കഴിയും കേട്ടോ. അപ്പോൾ ആദ്യതാ ഉള്ളി പൊരിച്ച് കോരുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പൊരിച്ച് കോരി വെക്കാം. ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊരിച്ച് കോരി എടുക്കുക. കുറച്ച് തോന ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ച് കോരി എടുക്കുക കേട്ടോ. കുറച്ചായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നേരം പോലെ എന്തും ഇല്ല, മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നല്ല പൊരിച്ച് കോരി എടുക്കുക. ഇനി ഇതാ കിടക്കുന്നു നമ്മുടെ ചിക്കൻ. ചിക്കനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കായം പറ്റി വെച്ചേക്കാണ് കേട്ടോ ഞാൻ. അതിലോട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, അതും തക്കാളിയും നമ്മുടെ അതേപോലെ മല്ലിച്ചപ്പും പുതിനൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കതിലോട്ട് തട്ടാം. അതേപോലെ നമ്മൾ പൊരിച്ച് കോരി വെച്ച നമ്മുടെ ഉള്ളിയില്ലേ, അതിൽ നിന്ന് ഒരു പിടി മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഉള്ളിയും ഞാനിതിലോട്ട് കൊട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചില്ല, അതിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാക്കിയിട്ട് ഇതിന്ന് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുളക് പൊടി യൂസ് ചെയ്യാതെയും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയുടെ മറ്റെന്താ പറയുക ഫ്ലേവർ ഇല്ലെങ്കിലും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ഞാനതിലോട്ട് തട്ടുന്നുണ്ട്. കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഉള്ളിയും ഞാൻ അതിലോട്ട് കൊട്ടുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പൊടികൾ ഇടേണ്ടത്. പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നും വാരി വലിച്ചിടരുത്. നമ്മൾ നോർമൽ കുറേ മസാലകൾ കുത്തി കയറ്റി വെക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് എന്താ പറയുക കംപ്ലീറ്റ് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. സോ അതുകൊണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മസാലകൾ മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. സോ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് എന്തുണ്ട് മുളക് പൊടി, അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഗരം മസാല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് ഗരം മസാല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് മേടിച്ച പാക്കറ്റ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ഫ്ലേവറും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇനി ഉപ്പ് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ പുളിയില്ലാത്ത ഒരു 3-4 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മളെ ഈ മസാലകൾ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചു കോരിയിട്ടുള്ള പാത്രമില്ലേ, അതിലോട്ട് അതൊന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും ഓയിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. അതായത് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ ഞെരടി വെച്ചിട്ടുള്ള മസാല ഇല്ലേ, അത് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം ഈ മസാല വേവിച്ചെടുക്കാൻ. നല്ല തീ കുറച്ച് വെച്ചിട്ട് അടിയിലൊന്നും പിടിക്കാതെ നല്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പഴയ എന്താ പറയുക കല്യാണ വീട്ടിലൊക്കെ ഉള്ള ബിരിയാണികളില്ലേ, അവരൊക്കെ ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അതായത് മസാലകളൊക്കെ ചിക്കനിൽ ഡയറക്റ്റ് റോ ആയിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, ചിക്കൻ എന്താ പറയുക ദമ്മിടുക. ഓക്കെ,
അവരിത് ഇങ്ങനെയല്ല ചെയ്യുക. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു 50% വേവിച്ച ചോറും കൂടെ അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടാണ് അവർ ദമ്മിടുക. സോ അത് ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അതായത് ചിക്കനിലുള്ള എല്ലാ ഫ്ലേവറും നമ്മുടെ റൈസിലോട്ട് പിടിച്ചിട്ട്, അതാണ് നമ്മൾ ഈ കല്യാണ വീട്ടിലത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് മസാല ആക്കി വെച്ചിട്ട് ഒരു 50% അരി വേവിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചിക്കനിലോട്ട് കൊട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തിയുടെ മോന് വന്നിട്ട് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എണീച്ച് വന്നിട്ടുണ്ട്. മമ്മ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പപ്പം എടുക്കുന്ന പാത്രങ്ങൾ അപ്പപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. അതല്ലെങ്കിൽ ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലത്തെ അവസ്ഥയാവും നമ്മുടെ കിച്ചണിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. സോ ഇനി നമ്മളതിലോട്ട് ഞാനൊരു ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല. ഇനി ഞാനിതാ അരി കഴുകാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ കപ്പിൽ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഈ കപ്പ് എൻ്റെ ഭയങ്കര പെറ്റായിട്ടുള്ളൊരു കപ്പാണ് കേട്ടോ. മന്തി ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഈ കപ്പിലെടുത്താൽ മാത്രമാണ് എനിക്ക് അത് അളവ് ശരിയായിട്ട് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ആ കപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി അരി നന്നായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ അരി കുതിരാനിടുക അല്ലെങ്കിൽ അരി വറുത്തെടുക്കുക അങ്ങനത്തെ പ്രോസസ്സൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അരി കഴുകി വെള്ളം ഊറ്റി അങ്ങനെ വെക്കും. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ അരി ഡയറക്റ്റായിട്ട് അതിലോട്ട് ഇടുക ചെയ്യാറുള്ളൂ. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അരി വറുത്തിട്ടൊക്കെ വെച്ചിട്ട് അരി ഒട്ടാതിരിക്കാനൊന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് അരി കഴുകിയിട്ട് അങ്ങനെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കൊട്ടാറ പതിവ്. ഇനി നമ്മൾ ചോറ് വെക്കാൻ പോവാണ്. ചോറ് വെക്കാൻ നമ്മളിതാ ഒരു പാൻ വെച്ച് ആ പാനിലോട്ട് ഞാൻ എന്ത് ചേർക്കുകയാണ്, കുറച്ച് ഓയിലും അതേപോലെ കുറച്ച് അസീലും ചേർക്കുന്നുണ്ട് കേട്ടോ. അസീൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ UAE-യിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് പെരുംജീരകം, കുറച്ച് നല്ല ജീരകം, അതേപോലെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പട്ട പൊട്ടിക്കാൻ നോക്കി ഗൈസ്, പക്ഷേ പൊട്ടിയില്ല. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് അതിലോട്ടിട്ടു. പിന്നെ ഒരു 2-3 ഏലക്ക. ഇതൊക്കെ വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ, കാരണം ഇവിടെ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫ്ലെയിം കൂട്ടി വെച്ചത് ഞാൻ വിട്ടുപോയി. ജസ്റ്റ് ഒന്ന് കരിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ വലിയ കാര്യമായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ഫ്ലേവറൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ട് ആ ജീരകം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ 2 കപ്പ് അരിയല്ലേ എടുത്തേക്കണത്. അതിലോട്ടൊരു 3.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലി ചെപ്പും പുതിനൊക്കെ ഞാൻ അതിലോട്ട് കൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക്. ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ടത്. കീറൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റായിട്ട് അതിലോട്ട് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അതായത് വെള്ളത്തിൽ ഒന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർക്കാൻ നോക്കുക. ഞാൻ അതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ആ പിഴിഞ്ഞ അത് ഞാൻ ഡയറക്റ്റായിട്ട് അതിലോട്ട് ഇടാറുണ്ട്. നമ്മൾ കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് അത് അതിലേക്ക് ഇടുമ്പോൾ ആ നാരങ്ങയുടെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ചോറിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് കഴിക്കൊന്നുമില്ല കേട്ടോ. അതിന് കുരു നമ്മൾ കളയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളൊരു ബൗളിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ടാണ് സത്യത്തിൽ എന്ത് ചെയ്യേണ്ടത്, മഞ്ഞൾപ്പൊടി, കുറച്ച് പൈനാപ്പിൾ എസൻസും ഒഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ പാല് തീർന്നു പോയ കാരണം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പൈനാപ്പിൾ എസൻസും ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമ്മൾ കഴുകി വെച്ച അരി നമ്മൾ അതിലോട്ട് ഇടുകയാണ്. കംപ്ലീറ്റ് അരി ഞാൻ അതിലോട്ടിട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവൾക്ക് ഈ പാത്രം മാത്രമേ ഉള്ളൂ എന്ന്.
അരി കഴുകാനും ചിക്കൻ കായം പറ്റാനൊക്കെ ഞാൻ ആ പാത്രം യൂസ് ചെയ്തത്. കാരണം നമുക്ക് കിച്ചണിൽ കുറേ പാത്രങ്ങൾ അലമ്പാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ അപ്പം കഴുകിയിട്ട് ആ പാത്രത്തിൽ തന്നെ അടുത്ത പണി ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ അരി വെള്ളം ഒക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ മൂടി ഒന്ന് പൊക്കി നോക്കുന്ന പരിപാടി ഇവിടെ വേണ്ട. കാരണം നമ്മുടെ അരി പ്രോപ്പറായിട്ട് വേവില്ല. അരി ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാൻ. അത് കഴിഞ്ഞ് ഇനി ചോറ് നമ്മൾ നന്നായിട്ട് അടിയത്തെ ചോറൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കണം. എന്നാലാണ് പ്രോപ്പറായിട്ട് അടിയത്തെ ചോറും സൈഡത്തെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. സോ ഇനി നമ്മളിത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കുക. അപ്പോൾ എന്തുണ്ട്, ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. ഇത്ര വേവ് മതി കേട്ടോ. ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് നമ്മൾ ദമ്മിടും. സോ ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് വെന്ത് കിട്ടിക്കോളും. സോ അരിയൊന്നും ഇതാ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല വിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചോറ് ഞാനൊരു സ്ട്രെയിനറിലോട്ട് മാറ്റുകയാണ്. ഞാൻ ആ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ദമ്മിടുന്നത്. അപ്പോൾ ഞാനിത് ആ ചോറൊക്കെ കംപ്ലീറ്റ് സ്ട്രെയിനിലോട്ട് മാറ്റിയിട്ട് ഞാനൊരു ലേശം ചോറ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, നിരത്തി വെക്കും. കാരണം മസാല നമ്മൾ ഡയറക്റ്റായിട്ട് പാത്രത്തിലോട്ട് ഇടുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് ഞാൻ അടിയിൽ ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ടാണ് അതിൻ്റെ മേലെ ഞാൻ മസാല ഇടാറുള്ളൂ. ഇനി മസാല ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും, കുറച്ച് ഗരം മസാല തൂവി കൊടുക്കും കേട്ടോ. ഓവറാവരുത് കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തൽ വരും, വായിൽ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഗരം മസാല തൂവിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ എന്ത് ചെയ്യാണ്, ചോറിൻ്റെ ലെയർ ചെയ്യാണ്. സോ പകുതി നമ്മൾ വേവിച്ച് വെച്ച ചോറിൻ്റെ പകുതി റൈസ് ഞാൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലോട്ടുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മഞ്ഞൾപ്പൊടിയും അതേപോലെ പൈനാപ്പിൾ എസൻസും കൂടിയിട്ടുള്ള ഒരു വാട്ടർ, അത് നമ്മളിതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നെയ്യ്. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചോറിൽ നെയ്യ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ അധികം നെയ്യ് യൂസ് ചെയ്തിട്ടില്ല, ഓയിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടുതൽ തൂവി കൊടുക്കുക. കാരണം നെയ്യ് ആണ് നമ്മുടെ ചോറിന് എന്ത് ചെയ്യുന്നത്, നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഉള്ളി പൊരിച്ചതും അതേപോലെ മല്ലിച്ചപ്പും പുതിനയൊക്കെ കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഒന്നും അധികം ഇടുന്നില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്ക് അത് വലിയ ഇഷ്ടമില്ല. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഞാൻ വറുത്ത് കോരിയിട്ടിട്ടില്ല, അതും പിള്ളേർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അത് ഇടാത്തത് കേട്ടോ. ഇനി അതിൻ്റെ മേലെ എന്ത് ചെയ്യാം, കുറച്ച് മസാല ഇല്ലേ, ആ മസാല, ബാക്കി വന്ന മസാലയും കൂടി നമ്മളതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യാണ്, ഗരം മസാല തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാക്കി വന്ന ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മേലെ നിരത്തി കൊടുക്കുക. ഫുള്ള് നിരത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ വെള്ളവും അതേപോലെ കുറച്ച് നെയ്യും പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളിയും പുതിനൊക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ദമ്മിടൽ പ്രോസസ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇൻഡക്ഷൻ അടുപ്പിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ദമ്മ് ചെയ്തെടുക്കാൻ. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ അടുപ്പിൻ്റെ മേലെ വെച്ചപ്പോഴാണ് മക്കളെ ഞാൻ ഓർക്കുന്നത്, ഫോയിൽ എൻ്റെ കയ്യിലില്ല, ഫോയിൽ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൂടി വെക്കുന്നതിൻ്റെ മുന്നേ ഫോയിലും കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, മൂടി വെച്ച് നമ്മൾ ഈ ഹോളില്ലേ, ഈ ഹോളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റീമൊക്കെ പെർഫെക്റ്റായിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ആവി കയറി സെറ്റ് ആവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോയിൽ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ആ ഹോള് മാത്രം ഒന്ന് അടച്ചു കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊരു 15-20 മിനിറ്റോളം ദമ്മ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ഈസി പീസി ചിക്കൻ ബിരിയാണി റെഡി. ഞാൻ എടുത്ത കയ്യിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കയ്യിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേറൊരു കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇറച്ചി വെട്ടി നുറുക്കുന്ന പോലെ
ബിരിയാണി ദമ്മ് പൊട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, തലങ്ങും വിലങ്ങും ഇട്ട് വെട്ടിമുറിക്കരുത്. ഒരു സൈഡിൽ നിന്ന് പയ്യെ എന്ത് ചെയ്യുക, മേലത്തെ ചോറ് മാറ്റി മസാല മാത്രമായിട്ട് അടിയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒക്കെ കൂടി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ടോട്ടൽ ഫ്ലേവറും അതേപോലെ തന്നെ ടോട്ടൽ സ്ട്രക്ചറൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് കുറേശ്ശെ എന്താ പറയുക, ചോറൊക്കെ മേലോട്ട് മാറ്റിയിട്ട് മസാല മാത്രമായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അടിയിൽ നിന്ന് മിക്സ് ചെയ്ത് എടുത്ത ചോറില്ലേ, അതാദ്യം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം അതും എന്താ പറയുക പ്ലേറ്റിലോട്ട് വിളമ്പാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ മേലെന്ന് എടുത്ത റൈസ് ഉണ്ടല്ലോ, അത് മേലെ നമ്മൾ സെർവ് ചെയ്യാം. എന്നിട്ട് അതാ ഞാൻ കുറച്ച് ഇലയും പൂവും കായൊക്കെ വിതറുന്നുണ്ട് കേട്ടോ മേലെ, വെറുതെ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ചിക്കൻ ബിരിയാണി. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്.